എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളത് പല മക്കളുടെയും സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൻ്റെ പിറകെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാവുമായിരിക്കും. അതായത് ചില ആൾക്കാരൊക്കെ നിങ്ങൾ ഇപ്പോൾ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള പല ആൾക്കാരുടെയും വീഡിയോസൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ ഇത്ര മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇത്ര സമയം വരെ പഠിച്ചിട്ടുണ്ട്, നീറ്റ് എക്സാമിൻ്റെ തലേന്ന് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അങ്ങനെ കുറേ മണിക്കൂറുകളുടെ കണക്ക് പറയുന്നുണ്ടാവും. ശരിക്കും നിങ്ങൾ ഈ മണിക്കൂറുകൾ ഇപ്പം ഒരു നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 13 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അതുപോലെ പഠിച്ചാലാണോ ഞങ്ങൾക്ക് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുക? പല മക്കൾക്കുള്ളൊരു സംശയമായിരിക്കും അത്, അല്ലേ? പക്ഷേ നമ്മൾ എത്ര മണിക്കൂർ നീറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചാലാണ് നമുക്ക് നീറ്റ് കിട്ടുക? അങ്ങനൊരു ക്രൈറ്റീരിയ ഇല്ല. ഓക്കെ, ഇവിടെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എത്ര മണിക്കൂർ പഠിച്ചാലും അതിൽ നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു 10 മണിക്കൂർ പഠിച്ചു, പക്ഷേ അതിൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷനോട് കൂടിയിട്ട് വെറും 1 മണിക്കൂർ മാത്രമേ ഇരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 9 മണിക്കൂർ വേസ്റ്റാണ്, അല്ലേ? അപ്പോൾ 1 മണിക്കൂറാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷനോട് കൂടി പഠിക്കുന്നു, നിങ്ങൾ എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു, അതാണ് മാറ്റർ ചെയ്യുക. ഓക്കെ, അല്ലാതെ മണിക്കൂറുകളുടെ കാര്യമല്ല. പിന്നെ എന്താണ് എല്ലാവരും ഇത്രത്തോളം മണിക്കൂറുകൾ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നീറ്റ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സിലബസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. ഓക്കെ, പക്ഷേ അതെല്ലാം കേട്ട് നിങ്ങൾ ആദ്യം തന്നെ ഇത്രയും മണിക്കൂറുകൾ ഇരിക്കാൻ ട്രൈ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങുക. ഓക്കെ, തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അതായത് നിങ്ങളൊരു സ്ലോ ആയിട്ട് പഠിക്കുന്ന ഒരാളാണോ, അതോ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ഒരാളാണോ എന്നുള്ളതിനെയും ഈ ഒരു മണിക്കൂറിൻ്റെ കണക്ക് മാറ്റർ ചെയ്യും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നീറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി അവേഴ്സ് എടുക്കും പഠിക്കാൻ. കാരണം ഞാൻ അങ്ങനെ ഇരുന്ന് സമയമെടുത്ത് പഠിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ എൻ്റെ അനിയത്തി പഠിക്കുകയാണെങ്കിൽ അവൾക്ക് അത്രയും വേണ്ടി വരില്ല, കാരണം അവൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരാൾ ഇത്ര മണിക്കൂർ പഠിക്കുന്ന ഞാനും അത്രയും പഠിച്ചെടുക്കാം എന്ന് കരുതരുത്. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ എത്ര നല്ല രീതിയിൽ പഠിക്കുന്നു, എത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു, അതാണ് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവുക. പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് ഈ പറയുന്ന കാര്യം പഠിക്കാൻ പറ്റും. അതായത് നമ്മുടെ നീറ്റ് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ച് നിങ്ങൾ +1 +2 നിങ്ങളുടെ NCERT ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് 90% നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളുടെ NCERT തന്നെ തറവാക്കി പഠിക്കണം. പിന്നെയാണ് ബാക്കിയുള്ള നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ NCERTയുടെ ബേസിക്സ് ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, +1 +2യുടെ ബേസിക്സ് നല്ല സെറ്റാക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊരു റിപ്പീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ടൈം അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആ രീതിയിൽ എൻ്റെ മക്കൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചോളും. നമ്മളിങ്ങനെ മണിക്കൂർ ടാർഗറ്റ് ചെയ്യാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ ആ മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അത് മണിക്കൂർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് വരുമ്പോൾ സമയമൊക്കെ അതിന് ഇതിൽ വന്നോളും. നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറയ്ക്കാതിരുന്നാൽ മതി. വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ എടുത്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു സ്റ്റെപ്പ് എടുക്കുക. അതിന് ശേഷം നമുക്ക് എത്ര മണിക്കൂർ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഉറക്കമൊഴിഞ്ഞ് പഠിക്കണം, ഉറക്കമൊഴിയാതെ പഠിക്കണം, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.